അസഹനീയമായ വേദന അനുഭവപ്പെട്ടാണ് പൊന്നു കണ്ണുകൾ തുറക്കുന്നത്. എന്നാൽ രോമവൃതമായ നിവിന്റെ നെഞ്ചിൽ തലയും വെച്ച് അവനെ കെട്ടിപ്പിടിച്ചു തന്നെയായിരുന്നു അവളും കിടന്നത്. തന്റെ കണ്ണുകളിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവൾ അവനിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സ്വന്തം ശരീരത്തിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ വിവസ്ത്രയായിരുന്നു അവൾ. പെട്ടെന്ന് തന്നെ നിവിനോട് അവൾ കടക്കാൻ കഴിയാത്ത പകയും ദേഷ്യവും അണവിട്ടി ഒഴുകിയിരുന്നു. നിവിന്റെ നെഞ്ചിലേക്ക് പടപെടാന്ന് ആഞ്ഞടിച്ചു അവൾ. അടിയുടെ ആഘാതത്തിൽ നിവിൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു. എന്താ പൊന്നു? പെട്ടെന്ന് തന്നെ രൂപം മാറ്റം വന്നതുപോലെ. എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? നിനക്ക് വട്ടായോ? പിന്നെ ഉറങ്ങാതെ? ഇന്നലെയാണെങ്കിൽ എപ്പോഴാ ഉറങ്ങിയെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? എനിക്ക് ബോധമുള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. നിവിൻ അവളെ നോക്കി വശം കെട്ട ഒരു ചിരി ചിരിച്ചു. എന്തിനാ ഇങ്ങനെ നോക്കി ചിരിക്കണേ? നീ എന്തായാലും എന്നെ വിളിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയിപ്പോയേനെ. എന്താ? ശരവേഗത്തിൽ തന്നെ പൊന്നൂന് മേലെയായി നിവിൻ കിടന്നിരുന്നു. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ അത് ഡേയും ആകാം. പൊന്നുവിന്റെ സമ്മതത്തിനായി അവൻ അവളെ ഒന്ന് നോക്കി. എന്നാൽ തിരിച്ചൊരു പുഞ്ചിരി അവന് വേണ്ടി സമ്മാനിച്ചു അവൾ. കടൽ വന്ന് കരയെ പുലുകുന്നത് പോലെ ഓരോ തവണയും നിവിൻ പൊന്നുവിലേക്ക് അലിഞ്ഞു ചേർന്നു. വിയർപ്പിന്റെ കണങ്ങൾ രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ആ നിമിഷങ്ങളിൽ തന്നെ. പൊന്നു, പതിഞ്ഞ സ്വരത്തിലായിരുന്നു അവന്റെ ആ വിളി. എന്താ? ഇന്നലെ തൊട്ട് നിനക്ക് ആവശ്യത്തിലേറെ നാണമുണ്ട്. ഒരുമാതിരി കൊഞ്ചു വിളിക്കുന്ന ശീലങ്ങളൊന്നും നിനക്കില്ലായിരുന്നല്ലോ പൊന്നു. അതിന് പൊന്നുവാ ഞാനൊന്ന് പറഞ്ഞോടാ കള്ള നിന്നോട്. അയ്യോ, നീ എന്താ ഒരുമാതിരി സംസാരിക്കുന്നേ ലവരെ പോലെ? അത് പറഞ്ഞു കഴിഞ്ഞതും നിവിൻ കട്ടിലിൽ നിന്ന് തെറിച്ച് നിലത്തേക്കാണ് വീണത്. ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലേ. നിനക്കെന്താ വട്ടായോ? ഒരു കാര്യവുമില്ലാതെ എന്നെ എന്തിനാ ചവിട്ടി നിലത്തേക്കിട്ടത്? എനിക്ക് സ്നേഹം കൂടിയാലും ഞാൻ മീല് നോവിക്കും. അങ്ങനെയാണെങ്കിൽ നിന്നോട് അകലം പാലിച്ചിട്ട് വേണം ഇനി മുതൽ നിൽക്കാൻ. സമയം ഒരുപാടായി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമേ. അത്രയും പറഞ്ഞ് പൊന്നു ബാത്റൂമിലേക്ക് പോയി. ഇവൾക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ശ്രീയേട്ടൻ ഇന്നലെ വെള്ളത്തിന് പുറത്ത് പറഞ്ഞതൊന്നുമല്ലല്ലോ. എന്ത്? കീർത്തിയുടെയും സച്ചുവിൻ്റെയും കാര്യം. നിന്നേക്കാൾ ബോധത്തോടെ തന്നെ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ അറിയാം. അത്രയ്ക്ക് ഓർമ്മയുണ്ടോ? മദ്യവെച്ച് ലെക്ക് കിട്ടാലും. അതിന് ഇന്നലെ ഞാൻ ഒരുപാട് ഓവറല്ലായിരുന്നു. എന്തായാലും അവനെ ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ അത് ഇപ്പൊ തന്നെ അച്ഛനോടും അമ്മയോടും പറയാം. അത് തന്നെയാ ദേവു ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ വന്നത്. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്കിപ്പൊ തന്നെ പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞ് ശ്രീയും ഭദ്രയും രാഘവന്റെയും ശോഭയുടെയും അടുത്തേക്ക് പോയി. അച്ഛാ. എന്താ മോനെ? സച്ചുവിന്റെ കല്യാണക്കാര്യം പറയാനാണ്. ഞങ്ങളും അത് മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യമാണ് മോനെ. അവൻ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കല്യാണത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അച്ഛനും അമ്മയും പറയുന്നതിന് എതിരഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഏട്ടൻ പറയില്ല. നിങ്ങളിത് ആരുടെ കാര്യമാണ് മോളെ പറയുന്നത്? സച്ചുവിന് കീർത്തി ഒന്ന് ആലോചിച്ചാലോ അച്ഛാ? നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. പിന്നെ കുറച്ച് എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ സച്ചുവിന് ചേർന്ന കുട്ടി തന്നെയാണ് അവൾ. അവൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അച്ഛനും അമ്മയും സംസാരിക്കുന്നത് പോലെ ഇരിക്കും. അത് മാത്രമല്ല മക്കളെ, കീർത്തിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവരാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അവരോട് ചോദിച്ചിട്ട് പറയാം. അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അമ്മേ. അവളുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. വിശ്വനാഥനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറയാം. എന്നിട്ട് ഇതിന്റെ കാര്യം സച്ചിനോട് സംസാരിക്കാം. അതാകും നല്ലത്. ഇനിയും ഒരു വിഷമത്തിന് ഇടയാവരുതാരും. അങ്ങനെ ആവട്ടെ അച്ഛാ. നിവിനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് സച്ചു. ഒറ്റയ്ക്കിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കുന്ന നിവിനെയാണ് സച്ചു പിന്നെ കണ്ടത്. ഡാ നിവിനെ. എന്നാൽ സച്ചു തൊണ്ട പൊട്ടി കിടന്ന് വിളിക്കുന്നതൊന്നും തന്നെ നിവിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ ചെവി അടിച്ചു പോയോ? ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അതും പറഞ്ഞ് നിവിന്റെ പുറത്തേക്ക് ചെന്ന് ഒരൊറ്റ അടിയായിരുന്നു സച്ചു. എന്താടാ കാല, നീ എന്റെ പുറം തല്ലി പൊളിക്കുമോ ഇന്ന്? പിന്നെ ഞാൻ നിന്നെ എത്ര വിളിച്ചു? അതുകൊണ്ടല്ലേ ഞാനൊന്ന് ചെറുതായി തലോടി വിളിച്ചത്. ഇങ്ങനെയാണോ നിന്റെ തലോടല്? അല്ലളിയൻ, എന്താ ഒറ്റയ്ക്കൊരു സംസാരം, ഒരു ചിരിയൊക്കെ? നിവിൻ ആവശ്യത്തിലേറെ നാണോ അങ്ങ് വാരി വിതറി. പോടാ, നിനക്കെന്താ? നീ എന്താടാ ഒരുമാതിരി പെൺപിള്ളേരെ പോലെ നിന്ന് കുഴയുന്നേ? പോടാ അവിടുന്ന്. എന്താണ് മോനെ, പെരുമാറ്റത്തിലും സംസാരവും ഒന്നും തന്നെ ശരിയല്ലല്ലോ. എന്താ കാര്യം?
എടാ അത് പിന്നെ പിന്നെ എന്താടാ? ഹലോ, അളിയന്മാർ രണ്ടും കൂടി എന്താണ് ഒരു സംസാരം? ശ്രീ അവിടേക്ക് വന്നുകൊണ്ടായി ചോദിച്ചു. മനു എന്തേ അളിയ? അവന്റെ കൂടെ കുറവുണ്ടല്ലോ ഇവിടെ. അവനും ഗൗരിയും രാവിലെ തന്നെ കറങ്ങാൻ പോയി. എല്ലാം നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് ഞാനെന്ത് ചെയ്തു? നീയല്ലടാ പൊട്ട, സച്ചു. ഇവനല്ലേ അവനെ കറങ്ങാനൊക്കെ വിളിച്ചുകൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത്. ലോകം ചുറ്റുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതിനിപ്പോ എന്താ? ഒന്നുമില്ലെങ്കിലും ഞാൻ കാരണമല്ലേ അവനൊരു പെണ്ണിനെ ഇപ്പോൾ കിട്ടിയത് തന്നെ. അതിന് നീ കാരണമാകുന്നത് എങ്ങനെയാ സച്ചുവേ? ഞാനല്ലേ അവനെ ലോകം ചുറ്റാനൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടല്ലേ ഇപ്പോൾ അവനൊരു പെണ്ണിനെ കിട്ടിയത് തന്നെ. ഓ, സാർ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണല്ലേ? യെസ്. അവനെ കണ്ടു പഠിക്കളിയാ നീയും. ഞാൻ അവനെ എന്ത് കണ്ടു പഠിക്കാൻ? അവൻ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അളിയൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിനക്കൊരു ലൈഫൊക്കെ വേണ്ടേടാ സച്ചു. എനിക്കും ഒരു ലൈഫ് ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടി. എനിക്കൊരു ബ്രദറുണ്ട്, ഒരു പെങ്ങളും ഉണ്ട്, പിന്നെ എൻ്റെ ഒരേ ഒരു അളിയൻ. ഇതിൽ കൂടുതൽ ഒരു ലൈഫിൽ എന്താണടാ ഇനി കിട്ടാൻ എനിക്ക് വേണ്ടത്? നീ ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. എന്തായാലും അച്ഛനും അമ്മയും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന്? അത് അവർക്കേ അറിയൂ. എനിക്കറിയില്ല മോനെ. ഞാൻ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു രണ്ടും കൂടി ഒരു സംസാരം? വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നതാ. നിവിനെ, എന്താ ഏട്ടത്തി? പൊന്നു എന്തിയേ? അവൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞ റൂമിൽ നിന്ന് പോയത്. അങ്ങോട്ടേക്ക് വന്നില്ലേ? പൊന്നുവിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ഭദ്ര. അവൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. താൻ ആ ബാൽക്കണിയുടെ അവിടേക്ക് ഒന്ന് പോയി നോക്കിയേ. ഇല്ല. എന്നാൽ അവിടെ പോയി നോക്ക്, അവിടെ കാണും. ഏട്ടത്തി, ഞാനും വരുന്നു നോക്കാൻ. ശ്രീയും ഭദ്രയും സച്ചുവും ഒരുപോലെ തന്നെ അവനെ നോക്കി. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? എലിയും പൂച്ചയും ആയി അടിച്ചു നടന്നവർ ഇത്ര പെട്ടെന്ന് സെറ്റായോ? അത് പിന്നെ അളിയ, നീ എന്താ ഈ തപ്പിപ്പറക്കുന്നത്? അവളെ കാണുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ആത്മാർത്ഥതയുടെ പേരിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണെന്ന് മാത്രം. ഞാനും നോക്കാൻ പോകുന്നില്ല. പോരെ? ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ആത്മാർത്ഥത കളയണ്ട, നീ പൊക്കോ. നിവിൻ പിന്നെ കൂടുതലൊന്നും പറയാതെ ഭദ്രയുടെ കൂടെ പോയി. ശ്രീ, നീ ശ്രദ്ധിച്ചോടാ? നീയും ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഇത് തന്നെയല്ലേ ഞാൻ നിന്നോടും ചോദിച്ചത്. എന്തോ കാര്യമായിട്ട് അവർക്കിടയിൽ പറ്റിയിട്ടുണ്ട്. എന്തായാലും അവൻ നല്ല സന്തോഷത്തില. മനസ്സിലായി, ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു അവരുടെ കാര്യം ഓർക്കുമ്പോൾ. ഇപ്പോൾ എല്ലാം പഴയതുപോലെ ആയപ്പോൾ ഒരു സമാധാനം. അവർ ഒന്നിച്ചാൽ അത് നമ്മളെ എല്ലാം സംബന്ധിച്ചൊരു വലിയ കാര്യം തന്നെ അല്ലേടാ? അതേടാ. ശ്രീമോനെ, നിന്നെ രാഘവേട്ടൻ വിളിക്കുന്നുണ്ട്. ദാ വരുന്നമ്മേ. ഡാ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം. ശരിയടാ. ശോഭ സച്ചുവിന്റെ അരികിലേക്ക് ചെന്നു. കാപ്പി എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? നീ എന്താ ഒന്നും കഴിക്കാത്തത്? വിശപ്പില്ലാത്തത് കൊണ്ടാ അമ്മേ. ഒന്നും പറയണ്ട, വന്ന് കഴിച്ചാൽ മതി. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണോ നിന്റെ വിചാരം? സമയത്തിനൊന്നും കഴിക്കാതെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടല്ലോ. അവസാനം എനിക്ക് വയ്യ എടുത്തോണ്ട് നടക്കാൻ. അവർ അവനെ കൊച്ചുകുട്ടികളെ ശകാരിക്കുന്നത് പോലെ പറഞ്ഞപ്പോൾ അതെല്ലാം തന്നെ ഒരു പുതിയ അനുഭവമായിരുന്നു സച്ചുവിന്. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക മനുഷ്യനെ ഇട്ട് ആദ്യ പിടിപ്പിക്കാൻ വേണ്ടി? ഏട്ടത്തി ഇവിടെ നോക്ക്, ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് വരാം. നിവിൻ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നാൽ പെട്ടെന്ന് തന്നെ ഭദ്ര അവനെ വിളിച്ചു. നിവി, എന്താ ഏട്ടത്തി? അത് പിന്നെ പൊന്നു. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാൻ മടിക്കരുതേ. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് കൂടി ചെയ്യണം. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.